എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ വന്നിട്ടുള്ളത് ജാവയുടെ ഷോറൂമിലാണ്, ജാവ എസ് ഷോറൂമിലാണ്, ജെം ഫിനിക്സിന്റെ പാലക്കാടുള്ള ഷോറൂമില്. എന്തിനാ വന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? നമ്മുടെ ഏറ്റവും പുതിയ ജാവയുടെ 42FJ350 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാഹനം ഇപ്പോ ജാവ ഇറക്കിയത് നമുക്ക് നോക്കാം. എന്താണ് FJയുടെ ഫുൾ ഫോം എന്ന് കൂടി നമുക്ക് നോക്കാം. അതിലൊരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ജാവയുടെ ക്ലാസിക് 350 കിടക്കുന്നുണ്ട്. നമ്മുടെ സാധാ 42 സ്റ്റാൻഡേർഡ് ഒറിജിനൽ എഡിഷനും കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടന്നാലോ. സുഹൃത്തുക്കളെ, ഇതാണ് ജാവയുടെ 350 42FJ. എവിടെയാണ് കൊടുത്തിട്ടുള്ളത് തെരഞ്ഞ എവിടെയും കിട്ടില്ല. കാരണം ചെറുതായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാണ്ടല്ലോ അല്ലെ. ഇവിടെയാണ് FJ എന്ന് കൊടുത്തത്. അത് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവില്ലേ FJ ആണെന്ന്. ആ FJയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഫ്രാൻഡിസെക് ജെനസെക്, അതായത് ജാവ ഫൗണ്ടർ, ചെക്കോസ്ലാവിക്കൻ ഫൗണ്ടർ. നമുക്കറിയാം ജാവ ഒരു ചെക്കോസ്ലാവിക്കൻ ബ്രാൻഡാണ്. ഇപ്പൊ അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. കാരണം മാനുഫാക്ചറിംഗ് ഒക്കെ മഹീന്ദ്ര ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോ ഇത് ചെക്കോസ്ലാവിക്കൻ ബ്രാൻഡിന്റെ ഓണർ, അതായത് മുതലാളി നമ്മുടെ ഫ്രാൻഡിസെക് ജെനസെക്കിന്റെ പേരിൽ ഒരു ട്രിബ്യൂട്ട് പോലെ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു മോഡലാണ് ഈ ഒരു 42FJ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ജാവയുടെ 350. അപ്പോ വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ സാധാ സ്റ്റാൻഡേർഡ് 350 കുറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് വാഹനത്തിന്റെ കീ. നമുക്ക് വാഹനത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ. അപ്പോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഹെഡ് ലാംപ്സ് ആയാലും നമ്മുടെ സാധാ ഇതില് ഈ ഒരു 42 നമുക്ക് ഹാലോജൻ ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. റെയറിലായാലും ഫുൾ LED ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ CC എന്ന് പറഞ്ഞാൽ 334 CC ആണ് എഞ്ചിൻ വരുന്നത്. 29.1 PS ഓഫ് പവറും അതുപോലെ തന്നെ 29.6 NM ഓഫ് ടോർക്കും ആണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഡിസൈൻ വ്യത്യാസം എന്തൊക്കെയാ സാധാ 42 എന്ന് വെച്ചാൽ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആണ്. എന്നാൽ നമുക്ക് ഈ ഒരു ഇതിൽ കണ്ടാൽ നമുക്കറിയാം ഒന്നുകൂടി ഒരു ഉരുണ്ട ഷേപ്പിലാണ്, ഒരു കേവി റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു സംഭവം ഡീസൽ ടാങ്ക് ഡിസൈൻ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ഈ ഒരു ഏരിയയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ചാസിയിൽ അതായത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഴയ ചാസിനെക്കാളും കുറച്ചുകൂടി വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്വിൻ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഈ ട്വിൻ എക്സോസ്റ്റിനും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് സാധാ 42-നെക്കാട്ടിലും. കാരണം ഈ ഒരു സാധാ 42 ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ FJയിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാണാൻ അത്യാവശ്യം ഒരു സ്പോർട്ടി ഒരു റോഡ്സ്റ്റർ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് ജാവ പറയുന്നത്. ഇത് നമുക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഡിസ്ക് ബ്രേക്സ് ആണ് രണ്ട് വീൽസിലും, ഫ്രണ്ട് ആയാലും റെയറിലായാലും നമുക്ക് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ സീറ്റിന്റെ കാര്യത്തിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്, ഡിസൈൻ ചേഞ്ചസ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ സീറ്റിന്റെ ഈ ഒരു ഡിസൈൻ അത് ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ കുറച്ചുകൂടിയും ഡിഫറെൻറ്റ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീറ്റ് ജാവ. കാര്യം പറയുമ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് 790 മില്ലിമീറ്റർ ആണ്. പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് ഡബിൾ ക്രാഡിൽ ചാസിയിലാണ്. അതായത് വണ്ടിയുടെ ഫ്രെയിം വരുന്നത് ഡബിൾ ക്രാഡിലാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റ് 184 കിലോഗ്രാമാണ് മൊത്തം വെയിറ്റ് വരുന്നത്. നമ്മുടെ വീൽസ് വരുന്നത് 18 ഇഞ്ചിൻ്റെ വീൽസാണ് ഫ്രണ്ടിൽ, റെയറിൽ 17 ഇഞ്ചിൻ്റെ വീൽസും. പിന്നെ ഇത് ടെലസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ. എന്നാൽ പിന്നിൽ നമുക്ക് വരുന്നത് ട്വിൻ ഷോക്ക് അബ്സോർബർ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ മേജർ ചേഞ്ചസ് ഇതുവരെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് വാഹനത്തിൻ്റെ സൗണ്ട് വരിക. നമുക്കൊന്നുകൂടി റബ്ബ് ചെയ്ത് നോക്കാം. നമ്മുടെ മൈക്ക് ഇവിടെ വെച്ചിട്ട് 3 days later. A few minutes later. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മൈക്ക് എന്തെങ്കിലും വീണു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയാനുള്ള മെയിൻ ഫീച്ചേഴ്സ് എന്ന്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും. ഔട്ടർ ശരിയല്ല. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. നമ്മുടെ ഈ ഒരു കൈ പിടിക്കുന്ന ഒരു ഹാൻഡില് റെയർ സീറ്റിന്റെ അവിടെ സാധാ സ്റ്റാൻഡേർഡിൽ 42 വേറൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ജാവ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്കായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങള്. നിങ്ങളെ എക്സോസ്റ്റ് സൗണ്ട് കൂടി കേട്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ലൊരു ഡീസന്റ് സൗണ്ട് ആണ്. അത് ഇത് വാങ്ങണമെന്ന് ഉള്ളവർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവ SD ഷോറൂം ജെം ഫിനിക്സിന്റെ പാലക്കാടുള്ള ഷോറൂമാണ്.
അപ്പൊ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണ സൈനിങ് ഔട്ട്.